മിക്കവാറുമുള്ള ദിവസങ്ങളിലെല്ലാം ഞാനും വാവക്കുട്ടനും വീട്ടിലൊറ്റയ്ക്കായിരിക്കും കേട്ടോ. അപ്പോഴാണ് വാവക്കുട്ടൻ്റെ കുഞ്ഞിയും മേമ്മയും മാമനും കൂടെ വന്നിട്ട് ഒന്ന് ചായ കുടിക്കാൻ പുറത്തു പോയാലോ എന്ന് ചോദിച്ചത്. പുറത്തു പോകുന്ന ഒരവസരം മിസ്സാക്കാത്ത ഞാനും വാവക്കുട്ടനും അപ്പം തന്നെ ചാടി വീണു കേട്ടോ. പ്രത്യേകിച്ച് ഒരു പ്ലാനിങ്ങും ഇല്ലാതെ ഇറങ്ങിയതാണ് കേട്ടോ. അങ്ങനെ പള്ളുമുക്കിലാണ് ഞങ്ങൾ പോയത്. അവിടെ നിന്ന് ഉള്ളിവടയും കട്ട്ലേറ്റും ആണ് കേട്ടോ കഴിച്ചത്. അതിനുശേഷം പിന്നെ ആലോചിച്ചപ്പോൾ ബീച്ചിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനത്ര ബീച്ച് പേഴ്സൺ അല്ലാത്തതുകൊണ്ട് വാവക്കുട്ടൻ ഇതുവരെ അങ്ങനെ ബീച്ചിൽ പോയിട്ടില്ല കേട്ടോ. അങ്ങനെ ബീച്ചിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വാവക്കുട്ടൻ്റെ ഫസ്റ്റ് ബീച്ച് എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ ഏറ്റവും അടുത്തുള്ള ബീച്ച് കൊല്ലമാണ്. എങ്കിലും ഞാൻ കൂടുതൽ പോയിട്ടുള്ളത് താന്നിയും കാപ്പിലുമാണ്. കാരണം കൊല്ലം പണ്ടേ ഇച്ചിരി ഡേഞ്ചറസ് ആണെന്ന് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ഇച്ചിരി ആഴം കൂടുതലാണെന്ന്. ഒരുപാട് ആൾക്കാരെ ഇങ്ങനെ കടലെടുത്തിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ കടൽ കണ്ടപ്പോഴേ നല്ല കയറി കിടക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ വാവ അങ്ങോട്ട് ഇറക്കിയതുമില്ല. ഞാനും അനിയത്തിയും വാവയും കൂടെ മുകളിൽ തന്നെ നിന്ന് കേട്ടോ. പിന്നെ വാവയ്ക്കും ഇഷ്ടമാണോ പേടിയാണോ എന്നുള്ളത് അറിയില്ലല്ലോ, അവൻ ആദ്യമായിട്ടല്ലേ. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ നല്ലോണം എൻജോയ് ചെയ്യുന്നതായിട്ട് തോന്നി. അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് തോന്നി. അപ്പോൾ അവനിങ്ങനെ അത്ഭുതത്തോടെ എല്ലാം നോക്കിക്കാണുമായിരുന്നു. പക്ഷെ അവൻ്റെ മാമനും മാമിക്കും ഒരു പേടിയില്ലാതെ അവിടെ പോയി നിൽക്കുന്നുണ്ട് കേട്ടോ. സത്യത്തിൽ നേരിട്ട് കണ്ടപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല പേടി തോന്നി കേട്ടോ. കാരണം കടൽ ഇച്ചിരി അധികം കലിപ്പിലാണെന്നാണ് തോന്നിയത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോവാമെന്നും പറഞ്ഞിട്ട് നിൽക്കുമായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ ഞങ്ങൾ പടിയിറങ്ങി താഴോട്ട് വന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം നോക്കി നിന്നതിന് ശേഷം ഇത്തിരി കൂടെ ഒന്ന് അടുത്തോട്ട് പോയി. ഒരുപാട് അടുത്തോട്ട് പോയില്ല, കാരണം പേടിയായതുകൊണ്ട് തന്നെ ആണ്. വീഡിയോയിൽ ചിലപ്പം നമ്മൾ അടുത്ത് നിൽക്കുന്നതായിട്ട് തോന്നും, പക്ഷേ അടുത്തല്ല. ആ ആൾ നിൽക്കുന്നതിൻ്റെ അപ്പുറത്തോട്ട് നല്ലോണം മണ്ണ് ഇടിഞ്ഞ് കിടക്കുകയാണ് കേട്ടോ. കാരണം കടൽ നല്ലോണം കയറി കിടക്കുകയാണ്. ഇത്രയല്ല, ഇച്ചിരി കൂടെ ഉൾവലിഞ്ഞായിരുന്നു നിൽക്കാറ്. പക്ഷേ വീഡിയോയിൽ എത്രത്തോളം മനസ്സിലാവുമെന്നൊന്നറിയില്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് നല്ല താഴ്ചയാണ് കേട്ടോ. നല്ലോണം താഴ്ന്ന് കടൽ അത്ര എടുത്തേക്കുകയാണ്. സത്യത്തിൽ ഈ കടലിൽ പോകുന്നവരെയൊക്കെ സമ്മതിച്ചു കൊടുക്കണം കേട്ടോ. എല്ലാ ദിവസവും മീനിന് കാത്തിരിക്കും ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് മീൻ മേടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അവർ ലൈഫ് റിസ്ക് എടുത്തിട്ടല്ലേ പോകുന്നത്. വാവക്കുട്ടൻ കുറച്ചൊക്കെ എൻജോയ് ചെയ്ത് തുടങ്ങി കേട്ടോ. അവൻ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് തന്നെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് നല്ല രീതിയിൽ അവൻ്റെ മുഖത്തുണ്ടായിരുന്നു. അവന് പിന്നെ താഴെ ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള നിർബന്ധമായിരുന്നു കേട്ടോ. പിന്നെ അവൻ്റെ എല്ലാ ആഗ്രഹവും സാധിച്ചു കൊടുക്കുന്ന അവൻ്റെ മാമൻ അവനെ മണലിൽ നടത്തിക്കാൻ തുടങ്ങി കേട്ടോ. അവൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു മണലിൽ നടക്കുന്നത്. വാവ തനിയെ നടന്നു തുടങ്ങിയിട്ടില്ല, അവൻ പിടിച്ചാണ് നടക്കാറ്. പക്ഷെ അവൻ ഭയങ്കര സന്തോഷത്തിലായിരുന്നു മണലിൽ നടക്കുന്നത്. പിന്നെ കുറേ പ്രാന്തുകൾ ചെയ്തു. കാരണം വാവക്കുട്ടൻ ഫസ്റ്റായിട്ട് ബീച്ചിൽ വന്നുകൊണ്ട് വാവക്കുട്ടൻ്റെ കാൽപാദങ്ങൾ ബീച്ചിൽ പതിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊല്ലം ബീച്ചിൽ ഞങ്ങൾ വാവക്കുട്ടൻ്റെ കാൽപാദങ്ങൾ പതിപ്പിച്ചു. പിന്നെ ഫോട്ടോസ് എടുത്തു. ഇതൊക്കെ കേട്ടോ വാവക്കുട്ടൻ്റെ കുഞ്ഞിക്കാലി. ഞാനും അനിയത്തി എന്ത് വട്ടാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇത് ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബീച്ചിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് ഒരു മൂങ്ങയെ കണ്ടു. അപ്പം അത് വെള്ളിമൂങ്ങയാണെന്നാണ് കേട്ടോ പറയുന്നത്. എനിക്കറിയത്തില്ല. അപ്പം ഇത് വെള്ളിമൂങ്ങയാണെന്ന് തോന്നുന്നു. വെളുത്ത കളറിലുള്ള മൂങ്ങ, വെള്ളിമൂങ്ങ. പിന്നെ ബീച്ചിൻ്റെ അടുത്ത് തന്നെ ഒരു 101 വെറൈറ്റി ദോശക്കട ഉണ്ടായിരുന്നു. അപ്പം അവിടെ ഇതുവരെ ഞങ്ങൾ കയറിയിട്ടില്ല. അപ്പം അവിടെ കയറി ദോശ കഴിക്കാമെന്നുള്ള ഒരു ഇതിൽ പോയി. അങ്ങനെ മഷ്റൂം ദോശ, ചിക്കൻ ദോശ, ബീഫ് ദോശ, അങ്ങനെ അത് ഓർഡർ ചെയ്തു. അങ്ങനെ കുഴപ്പമില്ലായിരുന്നു. അവർ ലൈവായിട്ടാണ് കേട്ടോ ചെയ്തിരുന്നത്. അപ്പം നല്ല ചൂടോടുകൂടി തന്നെ നമുക്ക് കഴിക്കാൻ പറ്റി. ഇന്ന് ഇത്രയും കാര്യങ്ങൾ നടക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്തായാലും വാവ നല്ല ഹാപ്പി ആയിരുന്നു. വാവക്കുട്ടൻ ഹാപ്പി ആയതുകൊണ്ട് ഞങ്ങളും ഹാപ്പി ആയിരുന്നു. എപ്പോഴും നടക്കുന്ന ഒരു ഡേ അല്ല കേട്ടോ, ഭാഗ്യത്തിന് കിട്ടുന്ന ഒരു ഡേ ആണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.